ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് ആണ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതിൽ തന്നെ നമ്മൾ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്തു എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജസ് എന്നാണ്. കുറച്ചും കൂടി പർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ദ ഫ്ലോ ഇലക്ട്രോൺസ് എന്ന് പറയും അല്ലെ. അപ്പൊ നമ്മൾ അറിയണം എന്താണ് ഈ ഇലക്ട്രോൺസ്, എന്താണ് പ്രോട്ടോൺസ്. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ടേം ആണ് മാറ്റർ എന്ന് പറയും. ഓക്കെ, മാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിക്ക് ഒരു ഡെഫിനിറ്റ് വെയിറ്റും അതുപോലെ ആ ബോഡി പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ബോഡി ഒക്യുപ്പൈ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് സ്ഥലവും വേണ്ടി വരുന്ന ഒരു പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ ഒരു ബോഡീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മാറ്റർ എന്ന്. ഓക്കെ, അപ്പൊ മാറ്റർ എന്ന് പറഞ്ഞാൽ എ ബോഡി, അതിനെന്തുണ്ട്? ഒരു ഡെഫിനിറ്റ് വെയിറ്റ് ഉണ്ട് അല്ലെ. സോ വിച്ച് ഹാസ് ഡെഫിനിറ്റ് വെയിറ്റ്, അതിനൊരു പർട്ടിക്കുലർ വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം വെയിറ്റ് വേണം. പിന്നെ അത് മാത്രം പോരാ, അതിന് ഒക്കുപൈ ചെയ്യുന്നതിന് വേണ്ടി പർട്ടിക്കുലർ സ്ഥലവും കൂടി വേണം അല്ലെ. സോ ഒക്കുപൈസ് സം സ്പേസ്. ഇത് രണ്ടും കൂടിയാൽ മാത്രമേ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? ആ പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ ആ ബോഡീനെ ഒരു മാറ്റർ എന്ന് വിളിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോ ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്സ്, അതിന്റെ അവസ്ഥയുടെ ബേസിൽ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് സോളിഡ് സ്റ്റേറ്റ്സ്, അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റ്, അതുപോലെ ഗേഷ്യസ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റേറ്റും സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് മാറുന്നില്ല. സപ്പോസ് നമ്മളൊരു ഫിസിക്കൽ കണ്ടീഷനിൽ മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ടെമ്പറേച്ചറോ നമ്മൾ കൊടുക്കുന്ന പ്രഷറോ മാറുന്നില്ല എന്നാണെങ്കിൽ ഈ സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? അത് ചേഞ്ച് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ അയൺ അല്ലെങ്കിൽ സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സോളിഡ് ആണ്. ഇനി ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഏത് പാത്രത്തിലാണോ അല്ലെങ്കിൽ ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത് അതിന്റെ ഷേപ്പ് ആയിരിക്കും ആ ലിക്വിഡ് പൊസസ് ചെയ്യുന്നത്. ഇനി ഗേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഷേപ്പ് ഇല്ല, ഭയങ്കര ഫ്രീലി ആയിട്ടുള്ള ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എന്ത് എന്ന് പറയുന്നത്? ഗേഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പാർട്ടിക്കിൾ കിട്ടി നമുക്ക്, അല്ലെങ്കിൽ ഒന്നാമത്തെ ടേം നമുക്ക് കിട്ടി. വാട്ട് ഈസ് മാറ്റർ? ഓക്കെ, ഇനി അടുത്ത പേരാണ് മോളിക്യൂൾ എന്ന് പറയും. ഓക്കെ, മോളിക്യൂൾ. ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു മാറ്ററിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു മാറ്ററിനെ നമ്മൾ ടൈനി പാർട്ടിക്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത മാറ്ററിൽ ഡിവൈഡ് ചെയ്തൊരു ടൈനി പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിളിന്റെ പ്രത്യേകത എന്താണോ ആ മാറ്ററിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി, അതെല്ലാം ഈ ഒരു ചെറിയ പാർട്ടിക്കിളിനും ഉണ്ടാവും, ടൈനി പാർട്ടിക്കിളിനും ഉണ്ടാവും. അപ്പോ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാറ്ററിനെ എന്ത് ചെയ്യാണ്? നമ്മൾ ആ മാറ്ററിനെ വീണ്ടും ടൈനി പാർട്ടിക്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് അല്ലെ. So matter can be divided into tiny particles. Okay, അപ്പൊ ഒരു അതിലൊരു ടൈനി പാർട്ടിക്കിളിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇനി ഈ സ്മോളസ്റ്റ് പാർട്ടിക്കിളിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ദിസ് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിൽ പൊസസ് വൺ ഓർ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ദാറ്റ് മാറ്റർ, ആ മാറ്ററിന്റെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്തുകൂടി കാണിക്കുന്നുണ്ട്? അതിനകത്ത് എല്ലാ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി, ആ മാറ്ററിന്റെ എല്ലാ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്? കെമിക്കൽ പ്രോപ്പർട്ടി പ്രോസസ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർട്ടി ഓഫ് മാറ്റർ, ആ മാറ്റർ പ്രോസസ് കാണിക്കുന്ന ആ സ്മോൾ പാർട്ടിക്കിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോളിക്യൂൾ എന്ന്. ഓക്കെ, അപ്പൊ ഒരു സോളിഡ് സ്റ്റേറ്റ്, നമ്മൾ സോളിഡ് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോളിഡ് പാർട്ടിക്കിളിന്റെ അല്ലെങ്കിൽ സോളിഡ് മാറ്ററിന്റെ എന്താണ് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. ഇനി നേരെ മറിച്ച് നമ്മളൊരു ലിക്വിഡ് ആയിട്ടുള്ളതിന്റെ ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ലൂസ്ലി പാക്ഡ് ആയിരിക്കും. ഇനി ഒരു ഗേഷ്യസിന്റെ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? അൺപാക്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോ അതുകൂടി ഓർക്കാം. മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ മാറ്ററിലെ ഏറ്റവും ടൈനി പാർട്ടിക്കിൾ ആണ്. ആൻഡ് that tiny particle will possess the physical and chemical property of that matter. അതാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേം ആണ് ദാറ്റ് ഈസ് ആറ്റം. ഓക്കെ, ആറ്റം എന്ന് പറയും. അപ്പൊ നമ്മൾ മോളിക്യൂളിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ സബ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത്? ആറ്റം എന്ന് പറയും. ഓക്കെ, സോ ഒരു മോളിക്യൂൾ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ മോളിക്യൂൾസിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ് അല്ലെ. സോ മോളിക്യൂൾസ് ക്യാൻ ബി സബ് ഡിവൈഡ്. ഓക്കെ, വീണ്ടും സബ് ഡിവൈഡ് ചെയ്തേക്കാണ്. അങ്ങനെ സബ് ഡിവൈഡ് ചെയ്ത് കിട്ടിയ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ആറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ
ആറ്റംസ് എന്ന് പറഞ്ഞാൽ വീണ്ടും മാറ്ററിന്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ്. പക്ഷേ ആ സ്മോളസ്റ്റ് പാർട്ടിക്കിളിന് കെമിക്കൽ റിയാക്ഷൻസിലെല്ലാം പങ്കെടുക്കാൻ പറ്റും. പക്ഷെ അത് എന്ത് ചെയ്യില്ല, ഫ്രീലി എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുമില്ല. അതാണ് ഈ സ്മോളസ്റ്റ് പാർട്ടിക്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ നമുക്ക് പഠിക്കാം, ഈ പറയുന്ന ആറ്റം ആണെങ്കിലും എന്ത് തന്നെയാണ്, ഒരു മാറ്ററിന്റെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ തന്നെയാണ്. ഓക്കെ, സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ തന്നെയാണ്. ഓക്കെ, പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇതിന് കെമിക്കൽ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ വിച്ച് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻസിലെല്ലാം തന്നെ ടേക്ക് പാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിന് എന്തൊരു പ്രശ്നമുണ്ട്, ബട്ട് കൻ നോട്ട് എക്സിസ്റ്റ് ഫ്രീലി. ഇതിന് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല. സോ നമുക്ക് അതും ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് cannot exist freely. ഓക്കെ, അതിന് ഫ്രീലി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് എന്ത്, ഒരു ആറ്റം എന്ന് പറയുന്നത്. അപ്പോ ഒരു ആറ്റത്തിന് പക്ഷെ മാറ്ററിന്റെ എല്ലാ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല, അല്ലെ? സോ നമ്മൾ ഒരു ആറ്റം കൺസിഡർ ചെയ്താൽ ഒരു ആറ്റത്തിന് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ, നമ്മൾ മോളിക്യൂൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആ മാറ്ററിന്റെ എല്ലാ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടിയും ആ മോളിക്യൂൾ കാണിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ആറ്റത്തിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആറ്റം ഡസ് നോട്ട് കണ്ടെയ്ൻ ഓൾ ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ, ഓക്കെ, ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഒരു മാറ്ററിന്റെ എല്ലാ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആര് കാണിക്കില്ല, ആറ്റം കാണിക്കില്ല. പക്ഷെ ആര് കാണിക്കും, മോളിക്യൂള് കാണിക്കും. ഓക്കെ, അപ്പോ അങ്ങനെ ഈ ആറ്റത്തിൽ വരുന്ന, ഈ ആറ്റം എന്ന് പറയുമ്പോൾ ആറ്റം മേഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആറ്റം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ്, നമ്മൾ പറയുന്ന ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇതെല്ലാം കൂടുന്നതാണ് എന്ത്, ആറ്റം എന്ന് പറയുന്നത്. സോ ആറ്റം കമ്പോസ്ഡ് ഓഫ് എന്തൊക്കെയുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ പ്രോട്ടോൺസ് ഉണ്ട്, അതുപോലെ എന്തുണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ 3 പേരുകൾ ഓർക്കുക, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് എല്ലാം കൂടുന്നതാണ് എന്ത്, ഒരു ആറ്റം എന്ന് പറയുന്നത്. ഇനി ഒരു എലമെന്റ് കൺസിഡർ ചെയ്തു, ആ എലമെന്റിന്റെ, നമുക്കറിയാം ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ആറ്റം കൺസിഡർ ചെയ്ത ആറ്റത്തിന് ചിലപ്പോൾ ഒരു വെയിറ്റ് ഉണ്ടാവും, ഒരു മാസ് ഉണ്ടാവും. അപ്പോ ഈ ഒരു ആറ്റത്തിന്റെ മാസ് അല്ലെങ്കിൽ ഒരു എലമെന്റ് കൺസിഡർ ചെയ്തു, ആ എലമെന്റിലെ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കാം. അപ്പോ ഒരു ആറ്റം ഹാവിങ് ഡിഫറെന്റ് മാസസ്, ഒരേ ആറ്റത്തിന് തന്നെ ഡിഫറെന്റ് മാസസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അതാണ് ഐസോടോപ്പ് എന്ന് പറയും. ഓക്കെ, ഐസോടോപ്പ് എന്ന് പറയും. അപ്പൊ ഐസോടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ മാസ് ഓഫ് ആറ്റംസ്, ദ മാസ് ഓഫ് ആറ്റംസ് ഓഫ് ആൻ എലമെന്റ്. ഒരു എലമെന്റില് നമ്മൾ ഒരു ആറ്റം കൺസിഡർ ചെയ്തു, ആ ആറ്റത്തിന്റെ മാസുകൾ നോക്കി, ആ മാസ് എന്തായിരുന്നു, ഡിഫറെന്റ് ആയിരുന്നു, മേ ഡിഫർ. ഓക്കെ, ഇനി എന്നിട്ട് നമ്മൾ പറയാണ് ആൻഡ് ആറ്റംസ് ഹാവിങ്, എന്നിട്ട് നമ്മൾ വീണ്ടും കൺസിഡർ ചെയ്യണം ആൻഡ് ആറ്റംസ് ഹാവിങ് ഡിഫറെന്റ് മാസസ്. ഓക്കെ, ആറ്റം ഹാവിങ് ഡിഫറെന്റ് മാസസ്. ഓക്കെ, അങ്ങനെ പല മാസസ് വരുന്ന ഒരു ആറ്റം, ആ ആറ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആറ്റംസിനെ നമുക്ക് വിളിക്കാം, ഹാവിങ് ഡിഫറെന്റ് മാസസ് ആണെങ്കിൽ അവരെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് എന്ത്, ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും ലൈറ്റും അതുപോലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ആറ്റം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്, ഹൈഡ്രജൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ എലമെന്റിന്റെയും മാസ് അല്ലെങ്കിൽ ഓരോ ആറ്റത്തിന്റെയും നമ്മൾ മാസ് പറയുമ്പോൾ നമ്മളത് കമ്പയർ ചെയ്ത് പറയുന്നത് ആരുമായിട്ടായിരിക്കും, ഹൈഡ്രജനുമായിട്ടായിരിക്കും. ഓക്കെ, അപ്പോ ഒരു ആറ്റോമിക് മാസ് അല്ലെങ്കിൽ ഒരു ആറ്റോമിക് വെയിറ്റ് നമ്മൾ മറ്റേതെങ്കിലും ഒരു ആറ്റത്തിന്റെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എങ്ങനെയായിരിക്കും, വി കമ്പയർ ഇറ്റ് വിത്ത് ഹൈഡ്രജന്റെ ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പ്രഷൻ ഓർത്തിരിക്കുക, ദ ആറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ ദ ആറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ്. ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ആറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി മാസ് ഓഫ് ആൻ ആറ്റം. ഓക്കെ, ആറ്റം ഓഫ് ആൻ എലമെന്റ്, ഏത് എലമെന്റിന്റെയാണോ ആ എലമെന്റിന്റെ മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് ആൻ എലമെന്റ്, അതിന് നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യും, ഹൈഡ്രജൻ ആയിട്ട് കമ്പയർ ചെയ്യും. സോ ദാറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് കേട്ടോ.
ഹൈഡ്രജൻ. അപ്പൊ നമ്മളൊരു ആറ്റോമിക് വെയിറ്റ് ഓഫ് ആൻ എലമെന്റ് എന്ന് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏതാണോ ആ എലമെന്റിന്റെ മാസിനെ നമ്മൾ ഹൈഡ്രജന്റെ മാസുമായിട്ട് റിലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്താണ് പറയുന്നത്. അത് എന്തിന്റെ ഫോമിലായിരിക്കും? അതിന്റെ റേഷ്യോ ആയിരിക്കും അല്ലെ? സോ ദ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ എലമെന്റിന്റെ മാസ്. So the mass of an atom of an element, then that value divided by എന്താണ്? ഹൈഡ്രജന്റെ ആറ്റത്തിന്റെ മാസ് എത്രയാണോ അത്. അതായിരിക്കും എന്ത്? ഒരു ആറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളോട് പറയാണ്, സപ്പോസ് ഒരു ആറ്റോമിക് വെയിറ്റ് ഓഫ് ഓക്സിജൻ 16 എന്ന് പറയാം. ഓക്കെ, ആറ്റോമിക് വെയിറ്റ് ഓഫ് ഓക്സിജൻ, ഒരു ഓക്സിജന്റെ ആറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് 16 എന്ന് പറയാം. അല്ലെ ഇപ്പൊ മറ്റേതെങ്കിലും, ഇപ്പൊ സോഡിയം പറയാണ്, സോഡിയത്തിന്റെ ആറ്റോമിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 23 എന്ന് പറയാണ്. അപ്പൊ ഇതെല്ലാം കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ അതിനെ ഹൈഡ്രജന്റെ, അതായത് ഈ പറയുന്ന ഓക്സിജന്റെ മാസിനെ ഹൈഡ്രജന്റെ മാസുമായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു വാല്യൂ ആണ് എന്ത്? ഈ 16 എന്ന് പറയുന്നത്. അതേപോലെ സോഡിയം ആണെങ്കിൽ മാസ് ഓഫ് സോഡിയം ആറ്റം, ദാറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ദ മാസ് ഓഫ് ആറ്റം ഓഫ് ഹൈഡ്രജൻ, അത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത്? ഈ 23 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ആറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു ആറ്റം എന്ന് പറയുന്നത് എന്തൊക്കെ കൂടുന്നതാണ്? പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും കൂടുന്നതാണ് അല്ലെ? അപ്പോ നമ്മളൊരു ആറ്റോമിക് സ്ട്രക്ചർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആറ്റോമിക് സ്ട്രക്ചറിൽ ഇപ്പൊ ഈ പറയുന്ന 3 ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇലക്ട്രോൺ ആണെങ്കിലും പ്രോട്ടോൺ ആണെങ്കിലും ന്യൂട്രോൺ ആണെങ്കിലും. അപ്പൊ ഇതിന്റെ മാസും ഇതിന്റെ ചാർജും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. സപ്പോസ് ഞാൻ ഒന്നാമത് കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിന്റെ മാസിനെ നമുക്ക് ഇൻ ഗ്രാംസിൽ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഇൻ ഗ്രാംസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9.02 into 10⁻⁻28 ആണ്. ഓക്കെ, ഇനി ഇതേപോലെ ഇലക്ട്രോണിന്റെ ചാർജിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തിലാണ്? കൂളംബിലാണ് നമ്മൾ പറയുക അല്ലെ? സോ കൂളം ചാർജിൽ ഞാൻ പറയാണ്, അല്ലെങ്കിൽ കൂളം യൂണിറ്റിൽ ഞാൻ പറയാണ്, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? -1.602 into 10⁻⁻19 ആണ്. ഓക്കെ, ഇനി ഇതേപോലെ അടുത്തത് പ്രോട്ടോൺ പറയാണ്. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ പ്രോട്ടോണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.673 into 10⁻⁻24 ആണ്. ഇനി അതിന്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? അതിന്റെ ചാർജ് സെയിം തന്നെയായിരിക്കും, പക്ഷെ പൊളാരിറ്റി വ്യത്യാസം ഉണ്ടാവും. സോ പ്ലസ് 1.602 into 10⁻⁻19 ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണും പ്രോട്ടോണും കഴിഞ്ഞിട്ട് അടുത്ത എന്താണ്? ന്യൂട്രോൺ. ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ അതിന്റെ മാസ് എത്രയാണ്? 1.765 into 10⁻⁻24 ആയിരിക്കും. ചാർജ് എന്ന് പറയുന്നത്, ഒരു ന്യൂട്രോണിന്റെ ചാർജ് എന്താണ്? 0 ആണ്. ഇപ്പൊ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മളോട് ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെ ഒക്കെ ചാർജ് PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ലൈഡ് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓരോ അറ്റോമിക് സ്ട്രക്ചറിന്റെ മാസും അതുപോലെ ചാർജും എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചിരിക്കുക. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണ്. ഇനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പോവാം. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് നമ്മളിപ്പോ പഠിച്ച ഇലക്ട്രോൺ നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ്. ഓക്കെ, അപ്പോ ഈ സ്മോളസ്റ്റ് പാർട്ടിക്കിളിന്റെ, ഞാൻ പറഞ്ഞതുപോലെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആറ്റം ആണ്. ഓക്കെ, ഓഫ് ആൻ ആറ്റം ആണ് ഈ പറയുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും പോസിബിൾ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഇനി ആ നെഗറ്റീവ് ചാർജിന്റെ വാല്യൂ, ഓക്കെ, ആ നെഗറ്റീവ് ചാർജിന്റെ വാല്യൂ നമ്മൾ ഇൻ ടേംസ് ഓഫ് കൂളംബ് നമ്മൾ പറഞ്ഞു അല്ലെ? അങ്ങനെയാണെങ്കിൽ 1 കൂളം ചാർജ് എന്ന് പറഞ്ഞാൽ അതും പഠിക്കണം. 1 കൂളം ചാർജ് എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് കൂടുന്നതാണ്? 1 കൂളം ചാർജ് എന്ന് പറഞ്ഞാൽ അത് എത്ര കൂടുന്നതാണ്? ഏകദേശം 6.25 into 10⁻⁸ ഇലക്ട്രോൺസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ഇതിന്റെ തിരിച്ചു പറഞ്ഞു. അതായത് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ്? അല്ലെ ആ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? -1.602 into 10⁻⁻19 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അത് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ പറയാണ് ഒരു കൂളമ്പിന്റെ ചാർജ് എത്രയാണ്. അപ്പൊ നോക്കിയാൽ ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ 1 ഇലക്ട്രോൺ ചാർജ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ 1 ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1.602 into 10⁻⁻19 അത്രയും എന്താണ്? കൂളംബ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 1 കൂളംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു ടേമിനെ ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യുക.
ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണ് എത്ര? 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇത് തിരിച്ചും മറിച്ചും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അത് എന്ത് ചെയ്യാം? ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു ടേം നമ്മൾ എന്ത് ചെയ്യാം? ഓർത്ത് വെക്കുക. ഓക്കെ, ഇതാണ് ഇലക്ട്രോൺ. ഇനി അടുത്തത് നമുക്ക് നോക്കാം പ്രോട്ടോൺ. നെക്സ്റ്റ് ടേം ആണ് പ്രോട്ടോൺ. പ്രോട്ടോൺ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അത് മാത്രമല്ല, ആ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിളിന്റെ ഒരു എന്താണ്, ഈ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 1.602 ഇൻറ്റു 10⁻⁻19 ആണ്. ഇത്രയും കൂളംബാണ് എന്ന് പറയുന്നത് ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത്, ഒരു പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഇനി ഓർക്കുക, ഒരു പ്രോട്ടോണിന്റെയും അതുപോലെ ഇലക്ട്രോണിന്റെയും ചാർജ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഒരു പ്രോട്ടോണിന്റെയും അതുപോലെ ഒരു ഇലക്ട്രോണിന്റെയും ചാർജ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പക്ഷെ ഓപ്പോസിറ്റ് നേച്ചർ ആയിരിക്കും. സോ ദ ചാർജ് ഓഫ് the charge of one electron and one proton, ഒരു പ്രോട്ടോണിന്റെയും വൺ ഇലക്ട്രോണിന്റെയും ചാർജ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ ഓർത്തിരിക്കേണ്ടത് എന്താണ്? അതിന്റെ നേച്ചർ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് നേച്ചർ ആയിരിക്കും. ഓക്കെ, ഒരെണ്ണം പോസിറ്റീവ് ആണെങ്കിൽ മറ്റത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി അടുത്തത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? ന്യൂട്രോൺ ആണ്. ഈ ന്യൂട്രോണിന്റെ മാസ് നമ്മൾ എത്രയാണെന്ന് കണ്ടു. ഓർത്തിരിക്കേണ്ടത് ഈ ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ അതിന് എത്രയാണ് ചാർജ് എന്ന് പറയുന്നത്? നോ ചാർജ് ആണ്. ഓക്കെ, ഇനി ഒരു ന്യൂട്രോണിന്റെ അല്ലെങ്കിൽ ഇതിന്റെ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏകദേശം മാസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ഒരു ടേബിൾ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു, ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസ് ഏകദേശം എന്തായിരിക്കും? സെയിം ആയിരിക്കും. 1.673 ഇൻറ്റു 10⁻⁻24. മറ്റെന്താണ്? 1.765 ഇൻറ്റു 10⁻⁻24. അപ്പൊ മാസ് വൈസ് ഒരു പ്രോട്ടോണും ന്യൂട്രോണും എന്താണ്? വളരെ ക്ലോസ് ആണ്. ഓക്കെ, അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മൾ സാധാരണ ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒരു സോളാർ സിസ്റ്റം ആയിട്ട് വളരെ സാദൃശ്യമുള്ള രീതിയിലാണ്, അല്ലെ? ഒരാറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. പിന്നെന്താണ്? ഒരു ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന്റെ ഓരോ ഓർബിറ്റിന് ചുറ്റും എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും? കറങ്ങിക്കൊണ്ടിരിക്കും. ഇനി ഈ ഓർബിറ്റില് ഓരോ എന്താണ്, ഓരോ ഓർബിറ്റിനും എന്തുണ്ട്? ഓരോ പർട്ടിക്കുലർ എത്ര എമൗണ്ട് ഓഫ്, അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യാരി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഷെല്ലുകളെ, ഓരോ ഷെൽസിനും നമുക്ക് പേര് കൊടുക്കാം. KLMN എന്ന് പറഞ്ഞ് നമുക്ക് പേര് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 2, 8, 18 എന്ന് പറഞ്ഞ് ഇങ്ങനെ വരികയാണ്. അപ്പോ നമ്മൾ ഒരു ആറ്റം കൺസിഡർ ചെയ്താൽ ഒരു ആറ്റത്തിന് എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റും പല ഓർബിറ്റുകളിലൂടെയായി ആര് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോസ് നമ്മൾ ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഹൈഡ്രജൻ നമ്മൾ കൺസിഡർ ചെയ്യും. ഈ ഹൈഡ്രജൻ ആറ്റം ആണ് ഏറ്റവും സിമ്പിൾ ആറ്റം എന്ന് പറയുന്നത്. അപ്പോ ഈ ഹൈഡ്രജന്റെ ന്യൂക്ലിയസിലോട്ട് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഹൈഡ്രജന്റെ ന്യൂക്ലിയസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? ഒരു പ്രോട്ടോൺ ഉണ്ട്. ഓക്കെ, ഒരു പ്രോട്ടോൺ ഉണ്ട്. ഇനി അതേപോലെ ഒരു ഇലക്ട്രോൺ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അതിന്റെ ന്യൂക്ലിയസിന് അറൗണ്ട് ആയിട്ട്, ന്യൂക്ലിയസിന് അറൗണ്ട് ആയിട്ട് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റിവോൾവ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഇലക്ട്രോൺസ് ആയിരിക്കും ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നത്? വൺ ഇലക്ട്രോൺ വിൽ റിവോൾവ്സ് അറൗണ്ട് ന്യൂക്ലിയസ്. ഓക്കെ, ഒരു ഇലക്ട്രോൺ ആയിരിക്കും ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നത്? കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഹൈഡ്രജൻ കഴിഞ്ഞിട്ട് അടുത്തത് എടുക്കുകയാണ്, അടുത്ത ആറ്റം എടുക്കുകയാണ്. സപ്പോസ് ഹീലിയം. ഹീലിയം എന്ന് പറഞ്ഞാൽ അതിന് എത്രയുണ്ട്? 2 ന്യൂട്രോൺസ് ഉണ്ട്. രണ്ട് ന്യൂട്രോൺസ് ഉണ്ട്. അതുപോലെ നമ്മൾ പറയുന്ന 2 പ്രോട്ടോൺസ് ഉണ്ട്. അതേപോലെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ഓക്സിജൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓക്സിജൻ ഈ പറഞ്ഞ പോലെ ഓരോ ഇതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓർബിറ്റുകളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോ നമ്മൾ സാധാരണ PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ PSC ചോദിക്കുന്ന PSCയുടെ ഒരു ഫേവറേറ്റ് ആറ്റം ആയിട്ട് എടുക്കുന്നതാണ് ഇത് കോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കോപ്പറിന്റെ നോക്കിയാൽ ആ കോപ്പറിന്റെ ആറ്റം, കോപ്പർ ആറ്റം കൺസിഡർ ചെയ്തു. ഈ കോപ്പർ ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺസ് ഉണ്ട്? അതായത് 29 നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് ആർക്കുള്ളത്? ഒരു കോപ്പറിനുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്, അല്ലെ? സോ 29 ഓഫ് എന്തുണ്ടാവും? ഇലക്ട്രോൺസും ഉണ്ടാവും. ഓക്കെ, ഒരു കോപ്പർ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോട്ടോൺസ് ആണെങ്കിലും ഇലക്ട്രോൺസ് ആണെങ്കിലും എത്രയായിരിക്കും?
29 ആയിരിക്കും. ഇനി ഇതിന്റെ ന്യൂട്രോൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്രോൺസിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും? 35 ആയിരിക്കും. ഇനി ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് 4 ഷെല്ലുകളിലായിട്ട്. ഇപ്പൊ കെ, എൽ, എം, എൻ എന്ന് പറയുന്ന പല ഷെല്ലുകളിലായിട്ടായിരിക്കും. അപ്പൊ അതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും? 2 എണ്ണം കെയില്, എല്ല് നോക്കിയാൽ 8 എണ്ണം, പിന്നെ 18 എണ്ണം എമ്മില്, അതുപോലെ ലാസ്റ്റിൽ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കും എന്ത് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ഈ ഒരു ഇത് PSC ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കോപ്പറിന്റെ എൽ എന്ന് പറയുന്ന ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ എം എന്ന് പറയുന്ന ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ്, അതും അല്ലെങ്കിൽ ലാസ്റ്റ് ഓർബിറ്റ് അല്ലെങ്കിൽ എൻ എന്ന് പറയുന്ന ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ്, അത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെ ഒക്കെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഇനി ഒരു ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്, ഓക്കെ, ഒരു ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും നമ്പർ അനുസരിച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, അവിടുത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഓർത്തിരിക്കുക, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇലക്ട്രോൺസ് മാത്രമല്ല, അതുപോലെ പ്രോട്ടോൺസ്, അതുപോലെ ന്യൂട്രോൺസ്, ഇതിന്റെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആറ്റത്തിലുള്ള ഇതിന്റെ നമ്പർ ആണ് കേട്ടോ. പ്രസന്റ് ഇൻ ആൻ ആറ്റം, ഒരു ആറ്റത്തിൽ പ്രസന്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണം വെച്ചിട്ടാണ് നമുക്ക് എന്ത് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത്? ആ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ആറ്റോമിക് നമ്പർ മാത്രമല്ല, നമുക്ക് എന്തും കൂടി പറയാൻ സാധിക്കും, അതിന്റെ ആറ്റോമിക് മാസ് അല്ലെങ്കിൽ ആറ്റോമിക് വെയിറ്റ് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കാം. ഇനി ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അതിനാണ് നമ്മൾ ഇവിടെ പറഞ്ഞു പ്രോട്ടോൺസിന്റെ എണ്ണം 29 അതുപോലെ ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 29 ന്യൂട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 35 പറഞ്ഞു അല്ലെ? അപ്പോ ഒരു കോപ്പറിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ നമ്പർ ആയിരിക്കും. സോ ഒരു കോപ്പറിന്റെ ആറ്റോമിക് നമ്പർ തന്നിട്ട് നമ്മളോട് പ്രോട്ടോൺസിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു കോപ്പർ ആറ്റത്തിനകത്ത് 29, അതാണ് അതിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആറ്റോമിക് നമ്പർ ഓഫ് കോപ്പർ എന്ന് പറയുന്നത് 29 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ ആറ്റോമിക് നമ്പർ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ ആണ് ഇതിന്റെയൊക്കെ നമ്പർ കാണിക്കുന്നത്, അവിടുത്തെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും നമ്പർ കാണിക്കുന്നതെന്ന് കിട്ടി. ഇനി നമുക്ക് ഒരാളും കൂടി ഉണ്ട് അല്ലെ, ന്യൂട്രോണും കൂടി ഉണ്ട്. അപ്പോ ഈ ന്യൂട്രോണിന്റെ വാല്യൂവിൽ നിന്നാണ് നമുക്ക് അവിടുത്തെ മാസ് നമ്പർ അല്ലെങ്കിൽ ആറ്റോമിക് മാസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അടുത്ത ടേം ആണ് ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഈ ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ന്യൂട്രോണിന്റെയും അവിടുത്തെ പ്രോട്ടോണിന്റെ അല്ലെങ്കിൽ പറയുന്ന ന്യൂട്രോണിന്റെയും അതുപോലെ പ്രോട്ടോണിന്റെയും എന്താണ് നമ്പേഴ്സിന്റെ സം ആണ് നമ്മൾ എന്ത് ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ അപേക്ഷ എത്രയാണ്? 35 + 29. ഓക്കെ, 35 + 29 എന്ന് പറയുമ്പോൾ എത്രയാണ്? 64 എന്ന് പറയും. അപ്പൊ ഈ 64 ആണ് എന്ത് എന്ന് പറയുന്നത്? ഒരു കോപ്പറിന്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ആറ്റോമിക് മാസോ അല്ലെങ്കിൽ ഒരു ആറ്റോമിക് നമ്പറോ തന്നിട്ട് നമ്മളോട് ചിലപ്പോൾ അതിന്റെ പ്രോട്ടോൺസിന്റെയോ അല്ലെങ്കിൽ എന്താണ് പ്രോട്ടോൺസിന്റെയോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ഒക്കെ എണ്ണം നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, കാരണം അതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അത് ചോദിക്കാറുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. അപ്പൊ ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, അവിടെ നമ്മൾ ന്യൂട്രോണും കൂടി കൺസിഡർ ചെയ്യുകയാണ്. അപ്പൊ ഒരു ആറ്റോമിക് മാസിൽ ന്യൂട്രോൺ വരും, അതുപോലെ അതിന്റെ കൂടെ തന്നെ ഒന്നെങ്കിൽ ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ എണ്ണം കൂടി ആഡ് ചെയ്താൽ മതി, ഏതെങ്കിലും ഒന്നിന്റെ എണ്ണം കേട്ടോ. അത് ആഡ് ചെയ്യുന്നതാണ് എന്ത്? ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇനി ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ആ പ്രോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ നമ്പറിനെയാണ് നമ്മൾ എന്താന്ന് പറയാ? ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു ആറ്റത്തിനെ കൺസിഡർ ചെയ്തപ്പോൾ ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്ന് പറയാനുള്ള കാരണം എന്ത് തന്നെയാണ്? ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക്കലി ഒരു ആറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി ആറ്റം എന്താന്ന് പറയുന്നത്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയുന്നത്. സോ ഒരാറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. അതിന് കാരണം എന്താണ്? പ്രോട്ടോൺസിന്റെ എണ്ണവും അതുപോലെ ഇലക്ട്രോൺസിന്റെ എണ്ണവും എന്താണ്? ഒരെണ്ണം പോസിറ്റീവ് ചാർജ്, ഒരെണ്ണം നെഗറ്റീവ് ചാർജും ആണ് അല്ലെ? അപ്പൊ പ്രോട്ടോൺസിന്റെ നെഗറ്റീവിന്റെയും അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെയും ആ ഒരു ഇക്വാലിറ്റി അല്ലെങ്കിൽ ആ ഈക്വൽനെസ് കാരണമാണ് ഇതെന്തായാലും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് ആണ് ഒരു
ഇലക്ട്രിക് കറണ്ടിന് എന്തൊക്കെ എഫക്റ്റ് ഉണ്ട്? നമുക്ക് ഈ ഇലക്ട്രിക് കറണ്ട് കാണാൻ സാധിക്കില്ല അല്ലെ? പക്ഷെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതിന് കാരണം ഈ ഇലക്ട്രിക് കറണ്ട് അതിലൂടെ ഇൻവിസിബിൾ ആണെങ്കിൽ പോലും ഈ ഇലക്ട്രിക് കറണ്ട് കാരണം ഒരു 5 എഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്. സോ അടുത്ത ടോപ്പിക് ആണ് ദ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളത്. ഇലക്ട്രിക് കറണ്ടിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? നമ്മുടെ കണ്ണിൽ കാണുന്നില്ല, പക്ഷെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റൂ അല്ലെ? അപ്പൊ ഒരു കണ്ടക്ടറിലൂടെ ഒരു ഇലക്ട്രോണിന്റെ ഫ്ലോ ഒക്കർ ചെയ്തു. ആ ഇലക്ട്രോണിന്റെ ഫ്ലോ ഒക്കർ ചെയ്ത് വരുമ്പോൾ നമ്മൾ പറയും എന്ത്? ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്തു എന്ന് പറയും. അപ്പൊ ഈ ഇലക്ട്രിക് കറണ്ടിന് 5 മെയിൻ എഫക്ട്സ് ആണുള്ളത്.